നമസ്കാരം സുഹൃത്തുക്കളെ. കണ്ണ് നിറച്ച് കണ്ടോളൂ കേട്ടോ. ഇനിയൊരു പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ? ചെറിയൊരു ഭീഷണി കേട്ടോ. ഇനി ഗുരുവായൂർ അമ്പലനടയിൽ ഫോട്ടോ സമർപ്പണത്തിനായിട്ട് ഞാൻ എത്തിയാൽ അവിടെ വെച്ചിട്ട് എന്നെ തീർക്കുമെന്നാണ് പറയുന്നത്. മധുമലയിൽ നിന്നുള്ളൊരു ചേട്ടനാണ് ഈ ഭീഷണിയായിട്ട് വന്നത്. വാട്സപ്പ് ചാറ്റും അയാളുടെ വോയിസും അയാളുടെ വീഡിയോയും എൻ്റെ കയ്യിലുണ്ട്. എന്തൊരു നാടാണല്ലേ! വല്ലാത്തൊരു മതസൗഹാർദ്ദം തന്നെയല്ലേ. ഇനി പച്ചക്ക് അവിടെ ഇട്ട് വെട്ടിക്കൊന്നാലും ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അതെനിക്കറിയാം. അയാൾ ഗുരുവായൂർ അമ്പലനടയാണെന്ന് പോലും നോക്കൂല എന്ന് എനിക്ക് ഭീഷണി തന്നിട്ടുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്കൊരു കാര്യത്തിൽ ഈ സമൂഹത്തിനോട് അഭിമാനമേ ഉള്ളൂ. നമുക്ക് ഒരു പ്രശ്നം വന്നാൽ സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ജീവൻ പോയി കഴിഞ്ഞാൽ സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ വരും. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ പറ്റിപ്പോയാൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ആരും വരരുത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും എനിക്ക് വേണ്ടിയിട്ട് വാ തുറക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പതേ ഇതേപോലെയുള്ള ഭീഷണികളുമായി. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭീഷണിയും അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിലും ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പിന്മാറിയില്ല എങ്കിൽ ജസ്നയുടെ മുന്നോട്ടുള്ള പോക്കിന് ഞങ്ങൾ തടവയ്ക്കും. അതിപ്പോൾ ആരായാലും, ഇതുപോലത്തെ പ്രവർത്തികൾ ചെയ്യുന്ന ആരായാലും നമ്മൾ തടയിടും. ഈ ദേവസ്വം ഭരണാധികാരികൾ, ദേവസ്വം ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള ആളുകൾ, ഭരണസമിതി അംഗങ്ങൾ എല്ലാം ഇതിന് ഒരു തടയിടണം ഇതിന്. അതാണ്. അല്ലെങ്കിൽ ദേവസ്വത്തിനെതിരെ വല്ല വിഷയങ്ങൾ വന്നാൽ ദേവസ്വമാണ് അതിന് ഉത്തരം പറയേണ്ടത്. അവിടെ ഇരിക്കുന്ന അധികാരികൾ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലെയുള്ള, ദേവസ്വം ചെയർമാനെ പോലെയുള്ള ആളുകൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഇപ്പോൾ ജസ്ന വരച്ച ഫോട്ടോ ഇവിടെ കൂടുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അവർ ഗുരുവായൂർ നടയാണെന്നൊന്നും നോക്കൂല കേട്ടോ. ഞാൻ ആ നടയെ കയറിയാൽ അവിടെ വെച്ചിട്ട് എന്നെ വെട്ടിക്കൊല്ലാനും കൂടിയും ആ ചേട്ടൻ മടിക്കൂല. എന്ത് മതസൗഹാർദ്ദല്ലേ, എന്ത് നല്ല നാടില്ലേ.
എവിടെ പോയടോ നിങ്ങളൊക്കെ? സംസാരിക്കാൻ ആരുമില്ലാതായി മാറുന്നൊരു വ്യക്തിയായി മാറി ഞാൻ. ഒരു തെറ്റ് ഞാൻ ചെയ്തു. ഗുരുവായൂർ വെച്ചിട്ട് ഒരു കേക്ക് ഞാൻ മുറിച്ചു. അതും മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ആയതുകൊണ്ട് അത് അവിടെ അശുദ്ധി ആവില്ല എന്നുള്ളൊരു ചിന്താഗതി, അത്ര അറിവുള്ളായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തു എന്ന് വെച്ചിട്ട് എന്നെ കൊല്ലാൻ മാത്രമുള്ള തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അയാളെ ഞാൻ ബ്ലോക്ക് ചെയ്തതാ. ഇനിയും അയാൾക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാൻ എനിക്ക് താല്പര്യമല്ല. ഞാൻ പോയി കേസ് കൊടുക്കുകയെ എന്ത് വേണേ, എന്നെക്കുറിച്ചുള്ള എന്തൊക്കെയോ ഡീറ്റെയിൽ അയാളുടെ കയ്യിലുണ്ടോലെ. ഇതേപോലെ ഡീറ്റെയിൽ ഒരുപാട് ആൾക്കാരുടെ കയ്യിലുണ്ടായിരുന്നു. അവരത് പബ്ലിഷ് ചെയ്തു. അവരതെന്തൊക്കെയോ അവിടുന്ന് നേടിയെടുത്തു. എന്തൊരു ലോകാലേ. പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് സംസാരിക്കാൻ ഒരുത്തനും വരരുത്. ഇതുപോലത്തെ 4-5 എണ്ണങ്ങൾ ഈ ലോകത്തേക്ക് വന്നാൽ മതി. ഇവനൊക്കെ മതം തലക്ക് കയറിയതാണ്. എന്താ എനിക്ക് സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റിയില്ല. നാളൊരിക്കൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സംസാരിക്കാൻ ഒരാൾ പോലും വരരുത്. ഇപ്പം സംസാരിക്കാൻ നാവ് പൊന്താത്ത നിങ്ങൾ അപ്പം സംസാരിക്കാൻ വരരുത്. കണ്ടല്ലോ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ. എത്രയും പെട്ടെന്ന് ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ഇടപെട്ടോളൂ. ഇല്ലെങ്കിൽ അവൻ ഗുരുവായൂർ നടയിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ ഒരുപക്ഷെ എന്നെ വെട്ടിക്കൊല്ലുക. കണ്ടു നിൽക്കാൻ നിങ്ങളൊക്കെ വരണേ. ഏതായാലും ഭീഷണി എനിക്ക് ഏതായാലും ഇഷ്ടമായി. ഒരുപാട് നന്ദിയുണ്ട് മധുമലയിലിനോട്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടിയും കാണേണ്ടവരൊക്കെ കണ്ടോളൂ. നാളൊരിക്കൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ